വരും. സംഘികളുടെ ഗുജറാത്തിലെ ഒരു ബ്ലൂ പ്രിന്റ് വികസനം കാട്ടിത്തരാം. സോഷ്യൽ മീഡിയയിൽ ഒരാൾ പങ്കുവച്ചിരിക്കുന്ന ദൃശ്യമാണ്. ഗുജറാത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് വിസു ഗുരുജിയും സംഘികളും അവിടെ ബ്ലൂ പ്രിന്റ് വികസനം ഇറക്കിയത് എന്ന് നിങ്ങൾ കണ്ടിരിക്കണം. പലതും നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഓരോ ഇടങ്ങളിൽ ഫോട്ടോഷൂട്ട് നടത്തിയും ക്യാമറ ട്രിക്ക് കാട്ടിയും നിങ്ങളെ പറ്റിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഗുജറാത്ത് എന്ന സംഘിസ്ഥാനിലെ ബ്ലൂ പ്രിന്റ് വികസനം ഒന്ന് കണ്ണു തുറന്ന് കണ്ടതിന് ശേഷം അതിന് പിന്നിൽ ബിഗ് ടിവിയുടെ റിപ്പോർട്ടറായിട്ടുള്ള ഒരു മലയാളി പങ്കുവച്ചിരിക്കുന്ന പ്രതികരണം കൂടി കേട്ടതിന് ശേഷം ഒന്ന് കണ്ണു തുറന്ന് സ്വന്തം നാടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതാണോ വേണ്ടത്, അതോ ഇന്നിപ്പോൾ തൊഴിൽ തേടി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഇതേ ഗുജറാത്തികൾ ഉൾപ്പെടുന്ന ഈ ചെളിക്കുണ്ട് വികസനമാണോ വേണ്ടതെന്ന് ഒന്ന് ആലോചിക്കുക എൻ്റെ പൊന്നു മലയാളികളെ എന്നാണ് നിങ്ങളോട് ഇത് കാട്ടിക്കൊണ്ട് പറയാനുള്ളത്. എൻ്റെ പൊന്നു മോദിജി, ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പോരെ കേരളമൊക്കെ നന്നാക്കുന്നത്. ഇത് ഇപ്പം കേരളം അല്ല, ഇത് സത്യം പറഞ്ഞു ഇത് ഗുജറാത്തിലെ ബറോഡ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് കേട്ടോ. ഞാൻ ട്രെയിനിൽ പോകുന്നത് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ, അല്ലാതെ ഇത് ഞാൻ ആവശ്യം ഉണ്ടായിട്ട് എടുത്ത വീഡിയോ ഒന്നുമല്ല, ചുമ്മാ എടുത്ത വീഡിയോ. ചുമ്മാ എന്ന് പറഞ്ഞാൽ വെറും ചുമ്മാ. അത് ബറോഡയൊക്കെ കൊള്ള അടിപൊളിയാണെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് കാരണം നീ അവിടെ പോയി താമസിക്കണം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരവിടെ പോയി താമസിക്കും? ഇത് സത്യം പറഞ്ഞാൽ ഗുജറാത്തിലെ പല സ്ഥലങ്ങളിലും ഉള്ളൊരു കാഴ്ചയാണ്. സ്വാഭാവികം, നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. കാരണം വെച്ചാൽ വിദ്യാഭ്യാസ കുറവാണ്. വിവരം വിദ്യാഭ്യാസം ഉള്ളവനൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും താമസിക്കത്തില്ല. നമുക്കൊന്നും ഇവിടെ പോയി തൂറാൻ പോലും പറ്റത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇത് മൂത്രം ഒഴിക്കാൻ പോലും പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മളെ മൂത്രം ഒഴിക്കാൻ നേരം രണ്ട് സൈഡും നോക്കും. കാരണം വെച്ചാൽ നമ്മുടെ ഉക്കാമണി ആരെങ്കിലും കാണുന്നു. ഇവർക്ക് അങ്ങനെ ഒരു സംഭവമില്ല. അവിടെ ആശാ വർക്കർ പോയിട്ട് ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. നമ്മുടെ കേരളത്തിൽ പ്ലാസ്റ്റിക് എടുക്കാനും അവിടെ ഇടരുത്, അല്ല ഈ സാധനം അവിടെ കൊണ്ട് എറിയരുത് എന്ന് പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും ഒത്തിരി പേരുണ്ട്. നമ്മൾ അവിടെ കണ്ടുപോയിട്ടുണ്ടല്ലോ. അല്ല ഈ കഴുക്കൊക്കെ കാണും. നിങ്ങൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ അതുവഴി ഒന്ന് യാത്ര ചെയ്യണം. അതെങ്ങനെ നിങ്ങൾ അതുവഴി യാത്ര ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളുടെ ഈ ബറോഡയാണ് ഈ കാണുന്നത്. അല്ല നമ്മുടെ ആണെങ്കിൽ തിരുവനന്തപുരമോ അല്ലെങ്കിൽ കൊച്ചിയോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊന്നും അല്ല, ആലപ്പുഴയൊന്നും അല്ല. ഇത് നിങ്ങളുടെ ഇതാണ്. ഈ ടയറൊക്കെ എടുത്ത് മാറ്റാൻ പറ. അവർക്ക് വാർക്കൊക്കെ ഇട്ടിട്ടെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. അല്ല ഇമാരെയൊക്കെ ഒഴിപ്പിച്ചത്, ഇമാരെല്ലാം അടിച്ചോടിയത് അവിടുന്ന്. അത് JCB കൊണ്ടുവന്ന് എല്ലാം എടുത്ത് തോട്ടിലെറി. എന്നിട്ട് വാക്കെ എവിടെയെങ്കിലും സ്ഥലം കൊടുത്തിട്ട് അമ്മമാരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ നോക്കും. ഇത് വേറെ ഉടായ്പ്. നിങ്ങൾ ചുമ്മാ കണ്ണ വർത്താനം പറയാൻ റെഡിയാ. കണ്ടല്ലോ, വാ എത്ര മനോഹരം. സഞ്ചരിക്കാനുള്ള റോഡുകളൊക്കെ എന്തൊരു നിലവാരമാണ്. ഗുജറാത്തൊക്കെ വിസു ഗുരുജി മാറ്റിയിരിക്കുന്ന ആ മാറ്റം കണ്ടില്ലേ? കണ്ണ് തള്ളിപ്പോയില്ലേ നിങ്ങളത്? ഡയലോഗ് അടി കൊണ്ടും ഷോ ഓഫ് കൊണ്ടും PR ഫോട്ടോഷൂട്ടിനപ്പുറം ദ റിയൽ ഗുജറാത്ത് എന്താണ് എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ കണ്ടത്. ദ റിയൽ ഗുജറാത്ത് സ്റ്റോറി എന്ന രീതിയിലൊക്കെ നമുക്ക് ഇപ്പോഴും കൊടുക്കാൻ പറ്റുന്ന, ഇതുവരെ വികസനം എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത, ജീവിതം ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ മനുഷ്യനായി പിറന്നതിന് ശേഷം എന്താണ് ജീവിതമെന്ന് പോലും അറിഞ്ഞൂടാത്ത കുറേ ജന്മങ്ങളാണ്. ആ അവസ്ഥയിൽ നിന്ന് ഒരിഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാതെ മൈ ഫ്രണ്ടിനെ കൊണ്ടുവരുമ്പോൾ ഈ ചേരിയൊക്കെ കെട്ടിമറച്ചതിന് ശേഷം ആ മനുഷ്യരെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്തവരും അവരുടെ ജീവിതത്തിലേക്ക് വികസനത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല, നമ്മുടെ ജീവിതങ്ങൾ വികസിച്ചാൽ മതി എന്നുള്ള സംഘികളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്.